19 നിലവിൽ വന്ന ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായി ഇന്ന് 4 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. മോചിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയെന്ന് ഹമാസ് അറിയിച്ചു. 120 പലസ്തീനിയൻ തടവുകാരെ ആണ് ഇസ്രായേൽ വിട്ടയക്കുക. അതേസമയം ഹമാസ് കരാർ ലംഘിച്ചെന്ന ആരോപണവും നിലവിലുണ്ട്. സിവിലിയൻ യുവതികളെ ആദ്യം മോചിപ്പിക്കണമെന്നാണ് ധാരണയുള്ളത്. എന്നാൽ വനിതാ സൈനികരെയാണ് ഇന്ന് മോചിപ്പിക്കുകയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ 3 യുവതികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇതിനിടെ ലെബനനിലെ ഇസ്രായേൽ സേന പിന്മാറ്റം ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന്റെ 60ാം ദിനമായ നാളെ പൂർത്തിയാകില്ല. ലെബനന്റെ ചുമതലകൾ പൂർണ്ണമായിട്ടില്ലെന്നും യുഎസിന്റെ ഏകോപനത്തോടെ പിന്മാറ്റം തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ്. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നു. വെടിനിർത്തലിന്റെ 2-3 ഘട്ടങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകരുതെന്നും അവർ നെതന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രായേൽ. ജനിൻ വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയാണ് 2 പലസ്തീൻകാരെ കൊലപ്പെടുത്തിയത്. ഇതോടെ 5 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന പലസ്തീനികളുടെ എണ്ണം 16ആയി. ഗാസയിലേക്ക് കുടിവെള്ളവും മറ്റ് സാമഗ്രികളും കൂടുതലായി എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് UN ഏജൻസികൾ ആവശ്യപ്പെട്ടു. ശൈത്യം കാരണം ഗാസയിൽ പിന്നിട്ട ഒരാഴ്ചക്കിടെ 7 കുട്ടികൾ മരണപ്പെട്ടതായും UN ഏജൻസികൾ വെളിപ്പെടുത്തി. ഹമാസ് വിട്ടയച്ച 3 വനിതാ ബന്ദികൾ ഇസ്രായേലിൽ എത്തി മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് പകരം അയക്കേണ്ട പലസ്തീൻ തടവുകാരുടെ മോചന നടപടികൾക്ക് തുടക്കമാകുന്നത്. വനിതാ ബന്ദികളായ ഡോറോൻ സ്റ്റൻബച്ചർ, എമിലി ദമാരി, റോമി ഗോനൻ എന്നീ യുവതികളെ ടെല്ലവീവിലെ ഷബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. ഗാസ സിറ്റിയിലെ സറയ ചത്വരത്തിൽ തോക്കുകളേന്തി വാഹനങ്ങളിലെത്തിയ അൽഖസ പോരാളികളാണ് 3 പേരെയും റെഡ് ക്രോസ് സംഘത്തിന് കൈമാറുന്നത്. ചത്വരത്തിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം മുദ്രാവാക്യങ്ങളോടെയാണ് ഖസാം പോരാളികളെ വരവേറ്റത്. യുവതികൾ പൂർണ്ണ ആരോഗ്യവതികളാണെന്ന് റെഡ് ക്രോസ് അറിയിച്ചു. രാത്രി വൈകിയാണ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ഇസ്രായേൽ തുടക്കം കുറിക്കുന്നത്. ഇസ്രായേൽ തടവറയ്ക്ക് മുന്നിൽ കാത്തുനിന്ന പലസ്തീൻ ബന്ധുക്കൾക്ക് നേരെ സുരക്ഷാ സേന ബലപ്രയോഗവും നടത്തിയിരുന്നു. വെടിനിർത്തലിന്റെ 7ാം നാളിലാണ് അടുത്ത ബന്ദി കൈമാറ്റം വന്നിരുന്നത്. ആ ദിവസം 4 ബന്ദികളെ ഹമാസ് കൈമാറണമെന്നായിരുന്നു കരാർ. ഇസ്രായേൽ പിന്മാറിയ ഗാസ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. വടക്കൻ ഗാസയിലെയും മറ്റും തങ്ങളുടെ താമസ സ്ഥലങ്ങൾ തേടി 10,000ങ്ങളാണ് ഒഴുകുന്നത്. ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് സൃഷ്ടിച്ച ആശങ്കകൾക്കിടയിലും 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ എല്ലാ നീക്കവും തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും അറിയിച്ചു. കരാർ നടപ്പാക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും കരാർ നടപ്പാക്കിയതിനെ സ്വാഗതം ചെയ്തു. ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി നിത്യം 700 ട്രക്കുകൾ വീതം അയക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. ഇതുകൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിലെ ജെനിൻ മേഖലയിലാണ് ഇസ്രായേൽ 3ാം ദിവസം ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രദേശത്ത് 10 പേർ കൊല്ലപ്പെടുകയും 40ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 പേർ കൂടി കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിനെ വാസയോഗ്യമല്ലാതാക്കുന്ന ഇസ്രായേൽ നടത്തുന്നതെന്നും മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹെബ്രോൺ, നബ്ലസ്, തുൽക്കറൈം, റമല്ല, ജെറുസലേം എന്നീ ഗവർണറേറ്റുകളിൽ നിന്ന് 22 പലസ്തീനുകളെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു. ജനിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലുടനീളം സാഹചര്യങ്ങൾ ഭയാനകമാണെന്ന് അവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.